കേരളത്തിൽ നിന്ന് വരാനുള്ള നേതാവെന്ന് പറഞ്ഞ ആരാണ്? ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കും. അവർ തമ്മിലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് കോർക്കുന്നത്. ആണ് വി ഡി സതീശനുമായിട്ടാണല്ലോ എപ്പോഴും കോർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശനുമായിട്ട് ഇത് തമ്മിലാണല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും നിർത്തുന്നത്. വി ഡി സതീശൻ ആകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ വി ഡി സതീശനും അവിടെ വലിയ സ്വാധീനമുള്ള ആളല്ല. പക്ഷേ പുള്ളി ഞാനും ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസത്തിൻ്റെ നേതാവായിട്ട് നടക്കല്ലേ. പുള്ളിക്ക് ഒറ്റയ്ക്ക് എന്തെല്ലാം കോൺഗ്രസിനെ ബലഹീനമാക്കാവുന്ന രീതിയിലുള്ള എന്തെല്ലാം പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കുന്നത്. കോൺഗ്രസിലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് നീങ്ങുന്നതിൻ്റെയാണ് ഈ ഭാരം. നിങ്ങൾ അവർ തമ്മിൽ പരസ്പര വിരുദ്ധമായ ശത്രുക്കൾ തമ്മിലുള്ള രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളല്ലേ നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ കാണാത്തത്. ഇതെല്ലാം ഇവരെല്ലാം ഈ കോൺഗ്രസിൻ്റെ സർവനാശം, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ഇവർക്കെല്ലാം വിനാശകാലത്തിൽ വിപരീത ബുദ്ധിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല. അതൊക്കെ മുമ്പ് നല്ലപോലെ പുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. KPCC പ്രസിഡന്റിനെതിരായിട്ട് പറയാവുന്നത് അതിൻ്റെ അപ്പുറമൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പം മൗനം വിദ്വാന ഭൂഷണം എന്നതിൽ ഒരു വിദ്വാനാകാനായിരിക്കും ഇപ്പോൾ നടത്തുന്ന ശ്രമം എന്ന് എനിക്ക് തോന്നുന്നു.